നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാനുഗ്രഹിയായ പ്രവാചകന്റെ ജീവിതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അല്ലാഹു നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ലോകത്തിന് നൽകിയ ആ പുണ്യജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ക്രിസ്തുവർഷം 571 അൽമക്കയിലെ ഖുറൈശി ഗോത്രത്തിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ജനനത്തിന് മുൻപേ പിതാവ് മരണപ്പെട്ടിരുന്നു. 6-ാം വയസ്സിൽ മാതാവും 8-ാം വയസ്സിൽ സംരക്ഷണം നൽകിയ വല്യുപ്പ അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് അബൂത്വാലിബ് എന്ന വലിയുപ്പയുടെ സംരക്ഷണത്തിലാണ് അവിടുന്ന് വളർന്നത്. ചെറുപ്പം മുതലേ സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും പേരെടുത്തയാളായിരുന്നു അവിടുന്ന്. അതുകൊണ്ടുതന്നെ മക്കക്കാർ അദ്ദേഹത്തെ അൽ അമീൻ, വിശ്വസ്തനെന്ന് വിളിച്ചു. തന്റെ 25-ാം വയസ്സിൽ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അവിടുന്ന് വിവാഹം കഴിച്ചു. അവിടത്തേക്ക് 40 വയസ്സുള്ളപ്പോഴാണ് മക്കയിലെ ഹിറാ ഗുഹയിൽ വെച്ച് അല്ലാഹുവിന്റെ സന്ദേശവുമായി ജിബ്രീൽ എന്ന മലക്ക് വരുന്നത്. വായിക്കുക ഇഖ്റ എന്ന വചനത്തോടുകൂടി പ്രവാചകത്വത്തിന്റെ തുടക്കമായി. പിന്നീട് 23 വർഷക്കാലം ഇസ്ലാമിക പ്രബോധനത്തിനായി അവിടുന്ന് ചിലവഴിച്ചു. സത്യസന്ധമായി ഏകദൈവ വിശ്വാസം പ്രചരിപ്പിച്ചപ്പോൾ മക്കയിലെ ജനങ്ങൾ അവിടുത്തെ ക്രൂരമായി പീഡിപ്പിച്ചു. ഒടുവിൽ അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം മക്കയിൽ നിന്നും മദീനയിലേക്ക് അവിടുന്ന് പലായനം ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഹിജ്റ എന്ന് വിളിക്കുന്നത്. മദീനയിൽ വെച്ച് ഒരു മാതൃകാപരമായ ഇസ്ലാമിക രാഷ്ട്രം അവിടുന്ന് പടുത്തുയർത്തി. തന്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കി പ്രവാചകൻ നിർവഹിച്ച ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജ്, വളരെ പ്രസിദ്ധമാണ്. മനുഷ്യസമത്വത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അന്ന് അവിടുന്ന് നൽകിയ സന്ദേശം ഇന്നും ലോകത്തിന് വഴികാട്ടിയാണ്. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവൽ 12-ന് തന്റെ 63-ാം വയസ്സിൽ ആ പുണ്യപ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഭൗതികമായി അവിടുന്ന് നമ്മെ വിട്ടുപോയെങ്കിലും അവിടുന്ന് പഠിപ്പിച്ച ഖുർആനും സുന്നത്തും ഇന്നും നമ്മുടെ ജീവിതത്തിന് വെളിച്ചമേകുന്നു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ ഓരോരുത്തർക്കും മാതൃകയാണ്. അവിടുത്തെ ഇഷ്ടപ്പെടുകയും അവിടുത്തെ ചര്യകൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.